ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ലൈഫ് ബൈ സുമി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ട് നല്ല നാടൻ മത്തനട്ട, അതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കിയാലോ. ഇതെങ്ങനെയൊന്നും ഉണ്ടാക്കാമെന്ന വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ മത്തനെ തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചിട്ട് പച്ചമുളകും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു വിസിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഒറ്റ വിസിൽ മതി, നല്ല വെന്തുടഞ്ഞ് പോകേണ്ട വെച്ചിട്ടാണ്. ഒറ്റ വിസിൽ മതി, അത് ഇതിൽ തന്നെ നല്ല വേവ് കിട്ടാം. അപ്പോൾ ഞാൻ കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ മത്തനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് അരപ്പുണ്ടാക്കണം കേട്ടോ. നിങ്ങൾ ഇതുപോലെ മത്തൻ കറി ഉണ്ടാക്കിയിട്ടില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തേക്കാൻ, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, മിക്സി ജാറിലിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആ മത്തന് വേവിച്ചത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുപ്പിലേക്ക് വെച്ചിട്ട് അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുമൊന്നും വേണ്ട. ഉപ്പുണ്ടോ നോക്കുക, ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, കടിക്കായാലും ചോറുക്കായാലും നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം കേട്ടോ. സൂപ്പറാണ്. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. നന്നായിട്ട് ഇങ്ങനെ തിളച്ച് പൊന്തൊന്നും വേണ്ട, ഒന്നിങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമുക്കിതിലേക്ക് വറവിടണം. ഞാൻ അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ചെടുത്ത് അതിൽ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കടുകൊക്കെ പൊട്ടി വന്നാൽ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിൻ്റെലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ അത് ഇതിലേക്ക് ഇട്ടെടുത്ത് ഒന്ന് വറവിടാം കേട്ടോ. കറി ഒന്ന് വറവിടണേ. അപ്പോൾ ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കാത്തവരാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ്, മസ്റ്റ് ട്രൈ. നെക്സ്റ്റ് വീഡിയോ ഞാൻ ഉടൻ വരാം. അസ്സലാമു അലൈക്കും.